Start. Chi. Go. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലെ മാളേക്കപ്പടി എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കരാട്ടെ ക്ലാസ് നടക്കുന്നുണ്ട്, അതായത് കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന സാധാരണ ഒരു കരാട്ടെ അല്ല. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, ഈ സംഭവങ്ങളൊന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് പോയി നോക്കാതാണ്. അപ്പോൾ അത് സാധാരണ കരാട്ടെ അല്ല കേട്ടോ, അതൊരു പ്രത്യേകതയുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് എൻ്റെ മാഷ് ഇവിടെ നിൽപ്പുണ്ട്, ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ഞങ്ങളുടെ ഈ കരാട്ടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേൾഡ് ഒക്കിനാവൻ ചൊറിൻറ്റു കരാട്ടയാണ്. ഇതിൻ്റെ ബേസ് ഒക്കിനാവനാണ് ഇതിൻ്റെ മദർലാൻഡ്. ഞങ്ങളുടെ കരാട്ടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ കരാട്ടയാണ്. ട്രഡീഷണൽ കരാട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഡിസിപ്ലിനും പഠിത്തത്തിൽ എല്ലാ ഓർമ്മശക്തിയൊക്കെ ഉണ്ടാക്കാനും ഉള്ള ഒരു ഉതകുന്ന രീതിയിലാണ് ഞങ്ങളുടെ ടീച്ചിങ്. ഞങ്ങളുടെ ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സായ ജപ്പാനിലെ അവിടുത്തെ സിലബസാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് ശരിക്കും പറഞ്ഞാൽ 40 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് കരാട്ടയിൽ. ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരാട്ടയിൽ ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നല്ല രീതിയിൽ കരാട്ടെ പഠിക്കാനും പിള്ളേർക്ക് നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ്റെ ഭാഗമായാലും എന്തായാലും കൊടുക്കാനും എനിക്ക് കഴിയും തീർച്ചയായിട്ടും. എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കരാട്ടയിൽ പിള്ളേരെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും ഇവിടെ വരുന്ന കുട്ടികൾ യാതൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലഹരി എന്നുള്ള ഇതിലൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ കരാട്ടെ ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇന്നല്ല ആ രീതിയിലുള്ള ടീച്ചിങ്ങാണ്. ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജപ്പാനിലാണ്. ഇൻ്റർനാഷണൽ കരാട്ടയാണ് ഞങ്ങളുടെ. നാഷണൽ ലെവലിലുള്ള ഓഫീസ് ഇവിടെ കൊച്ചിയിലാണ്. ഞങ്ങളുടെ ചീഫ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാൻഷി മിനോറിഗയാണ്. പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ലെവലിൽ ചീഫ് മിനിസ്റ്ററാണ് മിനോറിഗ. നാഷണൽ ലെവലിൽ എന്ന് പറഞ്ഞാൽ കിയോഷി വിയനാസീർ. അതിൻ്റെ ഞങ്ങളുടെ ഹോം ബോർഡോജി എന്ന് പറയും, അതിൻ്റെ ഹെഡ് ഓഫീസ് കൊച്ചി തന്നെയാണ്. ഞങ്ങളുടെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുണ്ട്, പിന്നെ അതർ സ്റ്റേറ്റിലുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. മാളിയേക്കപ്പടി, പിന്നെ കാക്കനാട്, അത്താണി, കളമശ്ശേരി, മഞ്ഞുമല്, അങ്ങനെയുള്ള ബ്രാഞ്ചുകളാണ് ഇപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ പഠിക്കുന്നത്. മറ്റുള്ള എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും ഉണ്ട് ഇതുപോലെ ക്ലാസ്. സമയം ഈവനിങ് ടൈമാണ്, 5 മണി മുതൽ 6 വരെയുള്ള ടൈം. ഞാൻ ക്യൂഡോക്കാൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറാണ്. ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഏകദേശം 150ഓളം കുട്ടികൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും തന്നെ നല്ല ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂഡോക്കാൻ ഫാമിലിയാണ്. ക്യൂഡോക്കാൻ എന്ന് പറയുന്നത് ജപ്പാനിൽ കരാട്ടയുടെ തന്നെ തുടക്കം തൊട്ടേയുള്ള ഒരു ഫാമിലിയാണ് ക്യൂഡോക്കാൻ. ഇപ്പോൾ മിനോറോഗ ഹിഗയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. പുള്ളി 10th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റാണ്. എൻ്റെ മാസ്റ്റർ, എൻ്റെ മൈക്കിളേറ്റിൻ്റെ ഒക്കെ മാസ്റ്റർ VN നസീർ സാറാണ്. സാറിപ്പോൾ 7th ഡിഗ്രി ക്യോഷി എന്നുള്ള പദവിയിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടും ഏത് പിള്ളേർക്കും ധൈര്യമായിട്ട് വന്ന് പഠിക്കാൻ പറ്റും. വളരെ ആക്സസിബിളായിട്ടുള്ള കാര്യമാണ്. നല്ലൊരു മാസ്റ്ററാണ് നമ്മുടെ ഈ മാസ്റ്റർ. അപ്പം ധൈര്യമായിട്ട് വന്ന് പഠിക്കാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ കോൺഫിഡൻ്റായിട്ട് അവരുടെ കോൺഫിഡൻസ് കൂട്ടാനും അവരുടെ സ്ട്രെങ്ത്ത് കൂട്ടാനും എല്ലാം പറ്റുന്നൊരു കലയാണ്, ആയോധന കലയാണ് കരാട്ടെ. ക്യൂഡോക്കാൻ കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നല്ല സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓറഞ്ച് ബെൽറ്റ് വരെയുള്ളവരെയാണ് എക്സാമിൻ ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് അവരുടെ സിലബസ് അവരത് ഇവിടെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത ബെൽറ്റിലോട്ട് വിടത്തുള്ളൂ. ഇതിന് ഒരു പ്രായപരിധിയില്ല, ഏത് സമയത്തും പഠിക്കാം. ഞാൻ 1994 ട്രെയിനിങ് തുടങ്ങിയതാണ് കരാട്ടെ. 2001 എനിക്ക് നിർത്തിപ്പോകേണ്ട വന്നു. പഠിത്തമൊക്കെ ആയിട്ട് അസോസിയേറ്റ് നിർത്തിപ്പോയി, പിന്നെ മടി പിടിച്ച് പോയി. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് ഒരു 30-32 വയസ്സായപ്പോഴത്തേക്കും എനിക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങി. പ്രഷറും അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്താണ് വീണ്ടും. ഞാൻ ഒന്നേന്ന് വൈറ്റ് ബെൽറ്റ് തൊട്ട് ബ്ലാക്ക് ബെൽറ്റ് വരെ 3 കൊല്ലമാണ് കാലയളവ്. 3.5 കൊല്ലം കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തത്. ഇപ്പം ഞാൻ 2nd ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട്. ഏത് വയസ്സിലും തുടങ്ങാം. അവനിപ്പം മാക്സിമം പോയിക്ക് ഞാൻ മോൻ എത്ര വയസ്സുണ്ട്? 6 വയസ്സ്. 5 വയസ്സിൽ തൊട്ട് ധൈര്യമായിട്ട്
5 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് പ്രായപരിധി ഇല്ല. 65 വയസ്സുള്ളവരും വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. D, San, Chi, Go. Chin. D, San, Is. D, San, Chi, Go. Change hands. Is. D, San, Chi, Go. Yummy. Okay. Is. D. San. Chi. Go. Yummy. Yeah. Is. D. Down. Yummy. Yoi. Damaris. Megari. Frankie. Is. Is. Ni. San. Chi. Go. Is. Ni. San. Chi. Go. Yummy. The next one, Yoi. Same stance, back kiya. Right side start kiya. Ish. Knee. San. Chi. Go. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ മാളേക്കപ്പടി എന്ന സ്ഥലത്താണ്. ഇത് പഠിക്കുന്നതിനായി പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയില്ല. അതിൻ്റെ ഉദാഹരണമാണ് 6 വയസ്സുള്ള ഒരു കുട്ടിയും ഇതിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ 40-45 വയസ്സ് പ്രായമുള്ള ആളുകളും ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇവരുടെ ക്ലാസ്സുകൾ മാളേക്കപ്പടിയിൽ മാത്രമല്ല, കാക്കനാട്, അത്താണി, അതുപോലെ തന്നെ മഞ്ഞുമ്മൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇവരുടെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.